വണ്ടി എന്നാ ഞാൻ ഫുൾ എടുക്കാം. നിനക്ക് എന്താ വേണ്ടേ ഫുഡ്? ഒരു മുട്ട ബജി ചായ ആണോ? എവിടുന്നാ വേണ്ടേ? ഇവിടുന്നോ? എന്നാ വാ 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 വാ. വണ്ടി വേഗം. ഉബൈദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കുന്നു, എണ്ണാൻ പറയുന്ന എണ്ണിയ പൈസ അവർക്ക് കൊടുക്കുന്നു അല്ലെ. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഈ ഒരു സംഭവം തുടങ്ങിയത് മുതൽ അദ്ദേഹത്തിന്റെ പല വീഡിയോസുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും കാണാനിടയായപ്പോൾ വളരെ സങ്കടത്തോടുകൂടി വിഷമത്തോടുകൂടി കുടുംബം പോലും നോക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ മുമ്പിലേക്കാണ് ഈ ചെറുപ്പക്കാരൻ ഇത് നീട്ടി എത്തുന്നത് എന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് ആളുകൾ സങ്കടത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് ഇത് കിട്ടിയതിൽ ഞാൻ സന്തോഷവാനാണ്, എനിക്കിത് കിട്ടിയതിൽ ഞാൻ ഇന്ന് ആനന്ദിക്കുന്നു, ഞാൻ താങ്കളെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണീരോടുകൂടെ ആ മനുഷ്യന് നന്ദി പറയുന്നത്, ചെറുപ്പക്കാരൻ നന്ദി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മുമ്പിലേക്ക് വേണ്ട രൂപത്തിൽ ഇതുപോലുള്ള കാര്യങ്ങളെ കൊണ്ട് എത്തുമ്പോൾ മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില സംഭവങ്ങൾ ഓർമ്മ വരികയാണ്. എല്ലാവരും തള്ളിപ്പറഞ്ഞവരെ, കുറ്റപ്പെടുത്തിയവരെ, അവിടുന്ന് ആക്രമിച്ചവരെ, അടിമയാക്കി മാറ്റിയവരെ ഇവരെ മുഴുവനും ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമല്ലേ റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. പാപങ്ങൾക്ക് മുമ്പിലേക്ക് ചെന്നിട്ട് അവിടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചെറുപ്പക്കാരൻ്റെ ഈ കാര്യത്തിൽ അല്ലാഹു തആല ബറക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല അതൊരു നന്മ, സ്വാലിഹായ നന്മയാക്കി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് പേരുടെ കണ്ണീരിന് ഉത്തരമാണ് ഇന്ന് ആ ചെറുപ്പക്കാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും പല രൂപത്തിൽ പലതും ചെയ്യുമ്പോഴും എൻ്റെ പ്രിയമുള്ളവർ, ഈ ഒരു മനസ്സിന് വേണ്ടി, ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ അല്ലാഹു തആല മനസ്സ് കൊടുത്തല്ലോ. ഒരുപാട് ആളുകളുടെ കണ്ണീരിതിലൂടെ മാറുകയാണ്. ഇപ്പൊ ഇന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതമാർഗം തേടി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് നിനക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ, ചായ, ബോണ്ട, വട, ഇതൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് കിട്ടുന്നതിൽ ഒതുങ്ങിയ ഒരു ഭക്ഷണമാണ് ആ മനുഷ്യൻ പറയുന്നത്. ആ മനുഷ്യൻ എന്തൊരു സന്തോഷമാണത് വാങ്ങിക്കൊടുക്കുമ്പോൾ, ആ മനുഷ്യൻ എന്തൊരു സമാധാനമാണ്. നിനക്ക് എന്ത് ഭക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും നിസ്സാരമായൊരു കാര്യമാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലോകം അതാണ് അല്ലേ. പക്ഷേ ഉബൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, ആ പാപപ്പെട്ട തൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല പരിമിതികൾ കൊടുത്തുകൊണ്ട് അല്ലാഹു ഭൂമിയിലേക്ക് സൃഷ്ടിച്ച ആ മനുഷ്യൻ അവിടെ നിന്നൊന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ, ആ പാവപ്പെട്ടവരൊന്ന് ദുആ ചെയ്താൽ അത് മതി ഉബൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലേ.